وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയുമൊക്കെ നാവുകളിൽ ചൂടിനെക്കുറിച്ച് ആവലാതിപ്പെടുന്ന സംസാരങ്ങളായിരിക്കാം. വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തൊന്നിറങ്ങിയാൽ മറ്റെവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്താലൊക്കെ നമുക്ക് പറയാനുള്ളത് ചൂടുമായി ബന്ധപ്പെട്ട സംസാര വിഷയങ്ങളാണ്. ആധുനിക സജ്ജീകരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും പലപ്പോഴൊക്കെ ചൂടുള്ള ഒരു അവസരത്തിൽ നമ്മൾ ചെന്നുപെട്ടാൽ അതിൻ്റെ കാഠിന്യം അത് നമ്മളെ ഏറെ പ്രയാസപ്പെടുത്തുന്നു, ക്ഷീണിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ചൊന്ന് മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന, കൊതിച്ചു പോകുന്ന ദിവസങ്ങളാണിതെല്ലാം. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇതൊക്കെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചില തുടർ പ്രക്രിയകൾ എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മാറ്റങ്ങളും അവർക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്തരത്തിൽ ചൂടുമായി ബന്ധപ്പെട്ടതിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ ഫഖാലത് റബ്ബി അഖല ബഅദി ബഅദാ. നരകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവലാതി പറയുകയാണ്, പരാതി പറയുകയാണ്. റബ്ബേ, എൻ്റെ ചൂടിൻ്റെ കാഠിന്യം നിമിത്തം എൻ്റെ ചില ഭാഗം മറ്റു ചില ഭാഗം ഭക്ഷിച്ചു പോവുകയാണ്. അത്രമാത്രം ചൂട് നരകത്തിനുണ്ട്. അത് കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅദിന ലഹാ ബിനഫസൈൻ നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫ്. റബ്ബ് ആ നരകത്തിന് രണ്ട് നിശ്വാസങ്ങൾക്ക് അനുമതി നൽകിയെന്നാണ്. രണ്ടു തവണ അതിൻ്റെ ആ ചൂടിനെ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയെ ഒന്ന് പുറന്തള്ളാൻ റബ്ബ് അനുവാദം നൽകിയെന്നാണ്. അതിലൊന്ന് ശൈത്യകാലത്താണ് എങ്കിൽ മറ്റൊന്ന് വേനൽക്കാലത്താണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർ വഅശദ്ദു മാ തജിദൂന മിനസ് സമഹരീർ. അതാണ് നിങ്ങൾ ചൂട് കഠിനമായിരിക്കുന്ന അവസരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തണുപ്പിന്റെ കാഠിന്യവും അത്തരത്തിൽ ഈ പ്രക്രിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
റബ്ബ് അനുവദിച്ചു കൊടുത്ത ആ അനുമതി പ്രകാരം പുറപ്പെട്ടു വരുന്ന ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ ജംഹരീർ എന്ന് പറഞ്ഞാൽ കഠിനമായ തണുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ നാടുകളിലൊന്നും നമ്മൾ അനുഭവിക്കാത്ത ഒന്നാണ് അതികഠിനമായ തണുപ്പ് എന്ന് പറഞ്ഞാൽ. അത് യഥാർത്ഥത്തിൽ പലരും അനുഭവിച്ചിട്ടുള്ള, പ്രയാസപ്പെട്ടിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, കഠിനമായ ചൂടിനേക്കാൾ എത്രയോ പ്രയാസമാണ് കഠിനമായ തണുപ്പ് എന്ന്. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ് എന്ന് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുത് എന്ന് ശറഅ് പഠിപ്പിക്കുന്ന ആ ചൂട് യഥാർത്ഥത്തിൽ ചെറുത് തന്നെയാണ്. അത് നരകത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ ചെറിയ ചൂട് മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവിടുന്ന് പറയുന്നു, നാറുക്കും ഹാദിഹി ലത്തി യൂഖിദു ഇബ്നു ആദം, ഈ മനുഷ്യന്മാരൊക്കെ തീ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ വളരെ പേടിയോടുകൂടെ കാണുന്ന ആ തീയുണ്ടല്ലോ, ആ തീയിന്റെ പ്രത്യേകത ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം, നരകത്തിന്റെ തീയിന്റെ കാഠിന്യത്തിൽ 70 മാത്രമാണത്. സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലേ, ഈ നിലവിൽ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൂട് തന്നെ മതിയായതാണല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല, 69 ഇരട്ടി റബ്ബ് സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സഹോദരാ, ചിന്തിച്ചു നോക്കൂ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുന്ന കാര്യമാണ്. അത്രമാത്രം കഠിനമായ ചൂട് നരകത്തിലുണ്ടായിരിക്കുമെന്നാണ്. ആ ചൂടിന്റെ വളരെ തുച്ഛമായ ഒരംശം മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുമ്പോ അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പലപ്പോഴും ളുഹർ നമസ്കാരത്തിന്റെ സമയത്തൊക്കെ കഠിനമായ ചൂടനുഭവപ്പെടുമ്പോ സ്വഹാബത്ത് ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്തദിർ, ഒന്ന് കാത്തു നിൽക്ക്. എന്നിട്ട് ആ ചൂടിന്റെ കാഠിന്യം ഒന്ന് കെട്ടടങ്ങിയിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും, ഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ അതികഠിനമായ അവസ്ഥയിൽ നിന്ന് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന അതിന്റെ ചെറിയൊരംശം മാത്രമാണ്. അതുകൊണ്ട് ളുഹർ നമസ്കാരത്തിനൊക്കെ ചൂട് കഠിനമായി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് നമസ്കാരം പിന്തിപ്പിക്കണം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ആ നരക തീയിനെ ഓർമ്മിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇതിന്റെ ആഴവും വലിപ്പവുമൊക്കെ എത്രമാത്രം വിശാലമാണ് എന്ന് അതും ഹദീസുകളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു വജബത്ത് കേട്ടു എന്ന ഒരു ശക്തമായ ശബ്ദം സ്വഹാബികളും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കേൾക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, തദ്റൂന മാ ഹാദാ, നിങ്ങൾ ഈ കേട്ട ഈ ശബ്ദമുണ്ടല്ലോ അതെന്തിൻ്റെതാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറയുന്നു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ, ഇതൊരു കല്ലാണ്, നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. അത് നരകത്തിന്റെ താഴെത്തട്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പാണ് അതിന്റെ ഉപരിയിൽ നിന്ന് ആ കല്ല് താഴേക്ക് പതിച്ചത്. അത് ഫഹുവ യഹ്വി ഫിന്നാർ അൽആന ഹത്താ ദഅ ഇലാ ഖഅരിഹാ, പക്ഷെ അതിപ്പോഴാണ് ആ നരകത്തിന്റെ താഴെത്തട്ടിലേക്ക് വന്ന് പതിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്നൊരു കല്ലെടുത്ത് താഴേക്കിട്ടാലും
അത് താഴെ വന്ന് പതിക്കാൻ സെക്കൻഡുകൾ മതിയാകും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് നിലം പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങളോളം എടുത്തുകൊണ്ട് ഒരു കല്ല് താഴേക്ക് പതിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? ആ നരകത്തിന്റെ ആഴത്തെ സംബന്ധിച്ച് നമുക്ക് അറിയിച്ചു നൽകാനാണ്. സഹോദരന്മാരെ, ഇത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഈമാനികമായ വളർച്ചയ്ക്ക്, നമ്മളുടെ ഈ ഈമാനികമായ ചിന്തക്ക് വളരെ സഹായകരമാണ് എന്ന് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നതാണ്. മാത്രമല്ല, കുറ്റവാളികളായ, തിന്മ ചെയ്ത പാപികളായ ആളുകൾക്ക് അവിടെ ശിക്ഷയുണ്ടായിരിക്കും. കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. അവിടെ നൽകപ്പെടുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ. ദരീഅയിൽ നിന്നല്ലാതെ അവർക്ക് അവിടെ ഭക്ഷണം ഉണ്ടാവുകയില്ല. ആ ദരീഅന്റെ പ്രത്യേകത ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ഈ ദരീഅ എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്തതാണ്. അവർ കഴിച്ച ആ ഭക്ഷണം കൊണ്ട് അവർക്ക് ഏതെങ്കിലും നിലക്ക് വിശപ്പ് മാറുമോ? ഇല്ല. അവർക്ക് ഏതെങ്കിലും നിലക്ക് ആരോഗ്യം ലഭിക്കുമോ? ഇല്ല. അങ്ങനെ പ്രയാസത്തിന് മേൽ പ്രയാസം വർദ്ധിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ ലഭ്യമാകുന്ന ഭക്ഷണത്തിന് പോലും നമുക്ക് യാതൊരു നിലക്കും ആശ്വാസം നൽകാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു നൽകുകയാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ മറ്റു ചില അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കും. റബ്ബ് പറയുന്നു, ഇന്ന ഷജറത സഖൂം. അവിടെ സഖൂം എന്ന് പറയുന്ന മരമുണ്ട്. സഖൂം എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അത് തആമുൽ അസീം. പാപികളായ, കുറ്റം ചെയ്യുന്ന, തിന്മകളുടെ വാഹകരായ ആളുകൾക്ക് റബ്ബ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണമാണ് അവിടെയുള്ളത്. കൽ മുഹ്ലി യഗ്ലീ ഫിൽ ബുതൂൻ. ഈ ഭക്ഷണം അങ്ങ് കഴിക്കുന്നതോടുകൂടെ ലോഹം ഉരുകുന്നത് പോലെ അത് കഴിച്ച ആളുകളുടെ വയറുകളിൽ കിടന്ന് ഈ ഭക്ഷണം കിടന്ന് ഉരുകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നു. കഗൽയിൽ ഹമീം. അങ്ങനെ അതികഠിനമായി ചുട്ടുപഴുക്കുന്ന അവസ്ഥയിലായിരിക്കും ഓരോ മനുഷ്യനും കുറ്റവാളികളായ, പാപികളായ ആളുകൾ അവിടെ ഉണ്ടായിരിക്കുക. ഇനി മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു നൽകുന്നുണ്ട്. വളരെ വലിയ ശിക്ഷ ലഭിക്കുന്ന ആളുകളല്ല, ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളെ സംബന്ധിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, ഇന്ന അഹ്വന അഹ്ലിന്നാർ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് അദാബൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ, അതിൽ റജുലുൻ തൂദഉ ഫി അഖ്മസി ഖദമൈ. തന്റെ കാൽപാദത്തിന് കീഴിൽ അവന്റെ ഒരു ചെരിപ്പ് ധരിപ്പിക്കപ്പെടും, ഒരു കല്ല് വെക്കപ്പെടുമെന്ന്. തിളച്ചു മറിയുന്ന ചുട്ടുപഴുത്ത ഒരു കല്ല്, ജംറത്തുൻ യഗ്ലി മിൻഹാ ദിമാഉ. അത് വെക്കുന്നത് കാൽപാദത്തിന്റെ താഴെയാണ് എങ്കിലും അവന്റെ തലയിലെ തലച്ചോറ് വരെ ഇളക്കി മറിക്കാൻ ഉപയുക്തമായ ചൂട് അതിനുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു നൽകുകയാണ്. സഹോദരന്മാരെ, ഇതൊക്കെ ഒരു തിരിച്ചറിവിന്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വീണ്ടും വിചാരത്തിന്, നമ്മളൊക്കെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചൂട് എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ പ്രയാസങ്ങൾ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് അങ്ങേയറ്റം നസീഹത്തുള്ള, നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആ പ്രവാചകനും നമുക്ക് പറഞ്ഞു നൽകുകയാണ്. നരകത്തിൽ ഒരു മനുഷ്യന് നേരിടാനുള്ള പ്രയാസങ്ങൾ നമുക്ക് വിവരിച്ചു നൽകുകയാണ്. അതുകൊണ്ട് വിശ്വാസി എപ്പോഴും ജാഗരൂകനായിരിക്കണം. അവന്റെ ജീവിതത്തിൽ അവൻ ഇതിനെ ഭയപ്പെടുന്നവനായിരിക്കണം. അതിലകപ്പെടാതിരിക്കാൻ എപ്പോഴും അവന്റെ വിശ്വാസത്തെ നവീകരിക്കുകയും വിശ്വാസത്തെ പുതുക്കുകയും അവനവന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുകയാണ്, ഈ പറയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന തരത്തിലേക്ക് അവിടെ അവർക്ക് മരണപ്പെട്ടു പോയി, ഇതൊന്നൊടുങ്ങി, ഇതൊന്ന് അവസാനിച്ച് അങ്ങനെ ഒരു ആശ്വാസം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുമോ? അതുമില്ല. അവർക്ക് ശരീരത്തിലേക്ക് പടർന്നു പിടിക്കുന്ന കത്തിയാളുന്ന നരകത്തിന്റെ ഓരോ അംശവും അവർക്ക് ആസ്വാദനങ്ങളായി അഥവാ പ്രയാസങ്ങളായി മാറുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെയും അവരെ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി
വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൊലിയെ റബ്ബ് കൊണ്ടുവരുമെന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ നിഷേധിച്ച ആളുകൾ, സൗഫ നുസ്ലീഹിം നാറാ, അവരെ നാം തീയിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും, അവരുടെ തൊലികളൊക്കെ ഇത്തരത്തിൽ തീർന്നില്ലാണ്ടായി കഴിഞ്ഞാൽ, അതൊക്കെ കത്തി തീർന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൊലിപ്പുറം വീണ്ടും കൊണ്ടുവരും. എന്തിനു വേണ്ടിയാണ്? ലിയദൂഖുൽ അദാബ്, അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്, അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും ബാധകമായ കാര്യമാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല കുഫ്ർ ചെയ്ത, ശിർക്ക് ചെയ്ത, വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾ അവർ മാത്രമേ നരകത്തിലേക്ക് ചെന്നെത്തിച്ചേരുകയുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർക്ക് മാത്രം ഒരുക്കപ്പെട്ടതാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ നന്മകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കും. ആ തൂക്കി നോക്കിയതിൽ നമ്മളുടെ നന്മകളെക്കാൾ അധികരിച്ച് തിന്മകൾ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സങ്കേതമായിരിക്കും നരകമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അത് പറഞ്ഞു നൽകുന്നുണ്ട്. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ ഖുർആനിന്റെ ആ വാക്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നതുമുണ്ട്. റബ്ബ് പറയുകയാണ്, വയതജന്നബുഹൽ അഷ്ഖാ, മനുഷ്യൻ ഈ സദുപദേശത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റിമാറിക്കൊണ്ടിരിക്കും. അതാരാ മനുഷ്യൻ? അൽ അഷ്ഖാ, ഹതഭാഗ്യനായ മനുഷ്യൻ. അവനിങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും, അവനിങ്ങനെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഹതഭാഗ്യനായ മനുഷ്യൻ അതിൽ നിന്നൊക്കെ തെറ്റിമാറിക്കൊണ്ട് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, അങ്ങനെ സദുപദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നടക്കുന്നവൻ അവൻ നാളെ നരകത്തിൽ കിടന്നിരിക്കുന്നവനാണ്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, പിന്നെ ആ മനുഷ്യന് ജീവിതമോ മരണമോ ഇല്ല. അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്വാദനത്തിന്റെയോ ആശ്വാസത്തിന്റെയോ ജീവിതമല്ല. എന്നാൽ മരണം കൈവരിക്കാനാകുമോ? അതുമില്ല. എന്നിട്ട് ശേഷം റബ്ബ് പറയുകയാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഈ ദുനിയവിയായ ജീവിതത്തിനാണ്. ഈ ദുനിയവിയായ ജീവിതത്തിനാണ് ഇപ്പോഴും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അതിൽ ആസ്വദിക്കാൻ നിമിഷ നേരത്തേക്ക് വേണ്ടി, വളരെ ചുരുങ്ങിയ സമയത്തേക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടി എന്ത് തിന്മകളിൽ ഏർപ്പെടാനും, എന്ത് വൃത്തികേടുകളിൽ ഏർപ്പെടാനും, എന്ത് ഹറാമുകൾ ചെയ്യാനും മനുഷ്യന് യാതൊരു മടിയുമില്ല. അതെന്താ കാരണം? അത് ഈ ദുനിയാവ് നാളെ പരലോകത്തേക്കാൾ അവൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് റബ്ബ് പറയുന്നത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. എന്നിട്ട് റബ്ബ് നമ്മളോട് പറയുകയാണ്, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പരലോകമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമം, അതാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ദുനിയാവ് പരലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്. 60 വർഷം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് വിചാരണയുടെ ദിവസം തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തോളം ഉണ്ടായിരിക്കും അന്നത്തെ ഒരു ദിവസം. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ദുനിയാവിൽ 60 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് ചിന്തിച്ചു നോക്കുക. നാളെ പരലോകത്തെ ജീവിതമല്ല പറയുന്നത്, നാളെ സ്വർഗലോകത്തെ ജീവിതമല്ല പറയുന്നത്, നാളെ വിധി നടപ്പിലാക്കുന്ന വിധിയുടെ സമയത്തുണ്ടാകുന്ന ദിവസത്തിന്റെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകുമെന്ന്. അപ്പൊ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 50, 60, 70 വർഷം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ തുലോം തുച്ഛമാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊക്കെ തിരിച്ചറിവിന് വേണ്ടി മതിയായ നിലക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് ഈ സ്വർഗ നരകങ്ങളെ കുറിച്ച് വിവരിച്ചു നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണ സഹിതം നമുക്കത് പറഞ്ഞു നൽകുന്നുണ്ട്, പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യവച്ഛേദിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനത് ഉപകാരപ്പെടും. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുപദേശം കേട്ടാലും അതൊന്നും ചെവി കൊടുക്കാതെ പിന്തിരിഞ്ഞു കളയുന്ന മനുഷ്യൻ അത് നരകത്തിന്റെ അവകാശിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, നാളത്തെ പരലോകത്തുള്ള നരകശിക്ഷയിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുനാഫിഖീങ്ങളായിട്ടുള്ള കപടന്മാരായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ടതുപോലെ എത്ര ഉപദേശ നിർദ്ദേശങ്ങൾ അവരുടെ കാതുകളിലേക്ക് എത്തപ്പെട്ടാലും ഈ ദുനിയാവിന്റെ നിസാരതയെക്കുറിച്ച് എത്ര ഓർമ്മപ്പെടുത്തിയാലും അവർക്കതൊന്നും കാര്യമാവുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ചിന്തിക്കുന്നതും അവരാലോചിക്കുന്നതും ഈ ദുനിയാവിൽ എത്രമാത്രം ആസ്വാദനത്തിൽ ഏർപ്പെടാമെന്നാണ്. നാളത്തെ പരലോക ജീവിതത്തിന് വേണ്ടി ഈ ദുനിയാവിൽ യാതൊന്നും ത്യജിക്കാൻ അവർ തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു നിന്ന, യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്തിരിഞ്ഞ് മാറി നിന്ന മുനാഫിഖീങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വളരെ സന്തോഷമായി എന്ന, ഞങ്ങള് അവരൊക്കെ കഷ്ടപ്പെട്ട് യുദ്ധത്തിലേർപ്പെട്ടപ്പോ ഞങ്ങൾക്ക് പോണ്ടി വന്നില്ലല്ലോ, ഞങ്ങൾ അതിൽ നിന്ന് പങ്കെടുക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് ഈ മുനാഫിഖീങ്ങളായിട്ടുള്ള ആളുകൾ സന്തോഷിച്ചു എന്നാണ്. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അവർക്ക് വെറുപ്പായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ തങ്ങളുടെ ധനവും തങ്ങളുടെ ശരീരവും കൊണ്ട് യുദ്ധത്തിലേർപ്പെടുക, ജിഹാദിലേർപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമായിരുന്നു ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് വെറുപ്പ് മാത്രമായിരുന്നില്ല, അവരത് പ്രകടിപ്പിക്കുമായിരുന്നു. വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. അവര് മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ചൂടത്തേക്ക് എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത്? നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് പ്രവാചകന്റെ വാക്കും കേട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? എന്തിനാണ് ഈ കഷ്ടപ്പാടിന്റെ ആവശ്യം എന്ന് ഈ മുനാഫിക്കീങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുമായിരുന്നു എന്നാണ്. ചിന്തിച്ചു നോക്കുക. എന്നാൽ റബ്ബിന്റെ മറുപടി എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, ഖുൽ, പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നാറു ജഹന്നം അശദ്ദു ഹർറാ. നാളെ പരലോകത്ത് നേരിടാനുള്ള ആ തീയുണ്ടല്ലോ, നരകശിക്ഷ, അത് ഇതിനേക്കാൾ എത്രയോ കഠിനമാണ്, എത്രയോ കഠിനമാണ്. സഹോദരന്മാരെ, നന്മയെ തൊട്ട് ഈ ദുനിയാവിന്റെ പളപളപ്പും ഇതിന്റെ പലതരത്തിലുള്ള സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ നമ്മളെ തടയുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആന്റെ വചനം നമ്മളുടെ മനസ്സുകളിൽ ഒന്ന് കോറിയിടേണ്ടതുണ്ട്. പല നിർബന്ധമായ ബാധ്യതകളും കൃത്യതയോടുകൂടെ നിർവഹിക്കുന്നതിന് നമുക്ക് തടസ്സം ഈ ദുനിയാവിന്റെ ചില സൗകര്യങ്ങളാണ്, ചില സുഖങ്ങളാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് വന്നിട്ടില്ല. നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് എന്ന തിരിച്ചറിവുണ്ടല്ലോ. എന്നെന്നും അവശേഷിക്കുന്ന ഒരു സ്വർഗ്ഗലോകമാണ് റബ്ബ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന തിരിച്ചറിവ്, അത് നമ്മളുടെ മനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവിന് വേണ്ടി ഒരു നിർബന്ധ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കൃത്യമായി നമസ്കരിക്കാൻ, ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ, നമ്മളുടെ കൈകളിലുള്ള സക്കാത്തിന്റെ വിഹിതം അത് പാവപ്പെട്ടവന് കൈമാറാൻ, കൃത്യതയോടുകൂടെ നോമ്പനുഷ്ഠിക്കാൻ, അങ്ങനെ നിർബന്ധമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ചെറുതും വലുതുമായ ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അതൊക്കെ നിർവഹിക്കുന്നതിന് തൊട്ടൊരിക്കലും ഈ ദുനിയാവ് നമുക്ക് തടസ്സമാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ മുനാഫിഖീങ്ങളായ ആളുകളോട് നബിയെ പറഞ്ഞു കൊടുക്കുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. അവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, അവരിതിനെക്കുറിച്ചൊന്ന് ഉറ്റാലോചിച്ചിരുന്നുവെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അഥവാ നരകത്തെ തൊട്ട് വിട്ടുനിൽക്കാൻ, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ, അതിൽ നിന്ന് വ്യതിചലിക്കാൻ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ ഭാഗവാക്കായി അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞതാണ്.
റബ്ബ് പറയുകയാണ് ഫഇല്ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതി വഖൂദുഹ الناس والحجارة. അവരോട് പറഞ്ഞു കൊടുക്കുക, ആ നരകത്തിൽ വെന്തെരിയപ്പെടുന്നത്, കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. കല്ലുകൾ ഇന്ധനമാക്കപ്പെടുന്ന നരകത്തെക്കുറിച്ചാണ് റബ്ബ് നമ്മോട് പറയുന്നത്. നമ്മളൊരു തീയ് ചൂടാക്കി അതിന്റെ മേല് കല്ലെടുത്ത് വെച്ച് ആ കല്ലൊന്നുരുക്കാൻ ഇന്ന് ഈ ലോകത്തുള്ള തീ കൊണ്ട് ശ്രമിച്ചാൽ എത്ര പണിപ്പെടേണ്ടി വരും നമ്മൾ. എന്നാൽ നരകത്തിലെ ഇന്ധനത്തെക്കുറിച്ച് റബ്ബ് പറയുന്നത് കല്ലുകളാണ് അവിടുത്തെ ഇന്ധനം, അതിനെ ഉരുക്കിക്കളയുന്നതാണ് ആ തീയുടെ ചൂട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്നെയും നിങ്ങളെയും അത് കൃത്യതയോടുകൂടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. ഖൂ അൻഫുസകും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് റബ്ബ് ശേഷം പറയുന്നു, അഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബക്കാരുടെ കാര്യത്തിലും നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആദ്യം പറഞ്ഞത് ഖൂ അൻഫുസകും, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. നമ്മൾ പല വൃത്തികേടുകളും അല്ലെങ്കിൽ ഹറാമുകളും പല കൊള്ളരുതായ്മകളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ പറയാറുള്ള ന്യായീകരണം മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ് എന്ന ന്യായീകരണമാണെങ്കിൽ റബ്ബ് നമ്മോട് പറയുന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നരകത്തെ തൊട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉപയുക്തമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ശരിയായ വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒട്ടേറെ സൽക്കർമ്മങ്ങൾ നമ്മളുടെ റമദാൻ മാസത്തിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, നമ്മളുടെ ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ